നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോഴും സർവീസ് ഇരുന്നുകൊണ്ടാണ് പഠിക്കുന്നത്. കാരണം നമുക്ക് കയറാൻ എത്ര വേക്കൻസി മതി? ഒരു വേക്കൻസി. സോ വർക്കിംഗ് എക്സ്പീരിയൻസിന് നോട്ട് എടുക്കാവുന്നതാണ് സാറ്. അത്ര വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സുഖം ജോലിയാണ്. താങ്കൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ? നല്ലൊരു പോസ്റ്റ് അല്ലേ? ഓക്കെ. ഒന്നാം റാങ്കിന് വേണ്ടി പഠിക്കും. 3 നോട്ടിഫിക്കേഷനാണ്. 3 നോട്ടിഫിക്കേഷനും 3 റാങ്ക് ലിസ്റ്റുമാണ്. അത് നല്ലൊരു ചോദ്യമാണ്. ഈ വർക്കിംഗ് ടൈമിൽ പഠിക്കാൻ പറ്റുമോ? മറ്റ് ഗസറ്റേക്കാളിലും മുകളിലാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നുള്ളതാണ് രണ്ടാമത്. സോ എന്തായിരുന്നു സാറിന്റെ പഠിക്കാനുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആൻഡ് എക്സാമിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി? എന്ത്? ഒന്നുമില്ല. കാരണം എനിക്കൊന്നും അവിടെ വരുന്നുണ്ട്. ഞാൻ ബിടെക് 2 വർഷം പോയി നിർത്തിയ ആളാണ്. പകുതി എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും വേക്കൻസിയുടെ എണ്ണം എൻ്റെ പ്രിപ്പറേഷനെ ബാധിക്കത്തില്ല. ഹായ് എവ്രിവൺ, PK ലേണിംഗ്സിന്റെ ഒരു പുതിയ സ്പെഷ്യൽ ഇന്റർവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഏറ്റവും അട്രാക്റ്റീവായ ഒരു ഗ്ലാമറസ് ഗസറ്റഡ് പോസ്റ്റ് വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 698/2025 അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഫോർ നാഷണൽ സേവിങ്സ്. ഇതൊരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു സ്വപ്ന ജോലി കൂടിയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ആശങ്കകളുണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും, സംശയങ്ങളുണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി നമുക്കിന്ന് ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് അവൈലബിൾ ആണ്. ഹിസ് നൺ അതർ ദാൻ പ്രവീൺ കിളിമാനു സർ, ചീഫ് അക്കാദമിക് ഓഫീസർ ഓഫ് PK ലേണിംഗ്സ് ആൻഡ് 134/2020 അസിസ്റ്റന്റ് ഡയറക്ടർ ഫോർ നാഷണൽ സേവിങ്സ് എക്സാമിൽ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ 1ാം റാങ്ക് ജേതാവ് കൂടിയായിരുന്നു സർ. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സാറിനോട് ചോദിക്കുന്നതായിരിക്കും. ആൻഡ് ആ റാങ്ക് ലിസ്റ്റ് 1ാം റാങ്ക് ജേതാവും ആൻഡ് ഈ ജോലിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും സാർ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതുമായിരിക്കും. നമസ്കാരം സർ. താങ്ക് യു സ്റ്റെഫി. സോ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ് 1ാം റാങ്ക് ജേതാവായിരുന്നു സർ. ഈ ലിസ്റ്റിലേക്കുള്ള പ്രവേശനം അതെങ്ങനെയായിരുന്നു, ആ ജേർണി? അത് നമ്മൾ ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു സംശയമുണ്ട്. അതായത് ഈ നോട്ടിഫിക്കേഷൻ 3 നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത്. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിൻ്റെ നോട്ടിഫിക്കേഷൻ പറയുന്നത് 3 നോട്ടിഫിക്കേഷനാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അത് എല്ലാ ബിരുദധാരികൾക്കും ഓപ്പൺ കോട്ടയിൽ മത്സരം, അതായത് പുറത്തുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്ത് മത്സരിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഫ്രം സീനിയർ ഗ്രേഡ് അസിസ്റ്റൻസ് ആൻഡ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസേഴ്സ് ഓഫ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. അതായത് സെക്രട്ടേറിയറ്റിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലെയും സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റുമാർക്കും അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർമാർക്കും അപ്ലൈ ചെയ്ത് അവരുടെ മാത്രം മത്സരമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അവരെ മാത്രം എഴുതി അവരുടെ മാത്രം റാങ്ക് ലിസ്റ്റ് ഇടുന്നതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. 3ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, LSDD ഡിപ്പാർട്ട്മെൻറ്റാണ്. നേരത്തെ ഈ സ്പെഷ്യൽ റൂൾ ഇറങ്ങിയ സമയത്ത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് GOമാർ അവിടെയാണ് 3ാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 റാങ്ക് ലിസ്റ്റ് വരും. 3 നോട്ടിഫിക്കേഷനാണ്. 3 നോട്ടിഫിക്കേഷനും 3 റാങ്ക് ലിസ്റ്റുമാണ്. അപ്പോൾ ഞാൻ 1ാം റാങ്കായിട്ടുള്ളത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെക്രട്ടേറിയറ്റിൽ GAD ഡിപ്പാർട്ട്മെൻറ്റിൽ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിരുന്നു. ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യുകയും എനിക്ക് തോന്നുന്നു 2022 23 വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല പരീക്ഷ. നിയമനം ലഭിക്കുന്നത് 2024 അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നു. അങ്ങനെ 2024 അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുകയും ആലപ്പുഴ ജില്ലയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറച്ച് ദിവസം ജോലി ചെയ്തു. വളരെ തുച്ഛമായ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ജേണി, ഈ ലിസ്റ്റിലേക്ക് വന്ന ജേണി അങ്ങനെയാണ്. സോ സാർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ആ വർക്കിംഗ് ടൈമിനോട് കൂടെ സാർ ഇതിന് വേണ്ടിയും പഠിക്കുകയായിരുന്നു. സോ എന്തായിരുന്നു സാറിൻ്റെ പഠിക്കാനുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആൻഡ് എക്സാമിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി? അത് നല്ലൊരു ചോദ്യമാണ്. ഈ വർക്കിംഗ് ടൈമിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരിക്കലും ഓഫീസിൽ ചെന്നിരുന്നു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്
ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായ ഉത്തരവാദിത്വവും ടെൻഷനും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓഫീസ് ടൈമിലൊന്നും നമുക്ക് ബുക്കൊന്നും തുറന്നു നോക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പോലുള്ളൊരു സംവിധാനത്തിൽ അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുള്ള സ്ഥാപനമാണ്. സർക്കാർ സംവിധാനത്തിൻ്റെ തന്നെ അപ്പെക്സ് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ഉത്തരവാദിത്തമുണ്ട്. അതിൽ തന്നെ ഞാൻ ഈ സമയത്ത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്, അതായത് PAND പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വിങ്ങിൻ്റെ വിങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ ആ വകുപ്പിൻ്റെ ചുമതല എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വകുപ്പുകളിൽ ഇൻസ്പെക്ഷൻ നടത്തുക, വകുപ്പുകളെ കുറിച്ച് പഠനം നടത്തുക, വകുപ്പുകളിൽ കാലാകാലമായി വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുക, വകുപ്പുകളിൽ പരിശോധന നടത്തി വേണ്ട ശുപാർശകളൊക്കെ ചെയ്യുക, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമുള്ള വകുപ്പിലായിരുന്നു ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ജോലി സമയത്ത് പോസിബിൾ അല്ല. മാത്രമല്ല ഇത് ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് തന്നെ പല പല വകുപ്പുകളാണ്. ഇപ്പോൾ ഇന്ന് റവന്യൂ ആണെങ്കിൽ നാളെ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല വകുപ്പുകൾ, പല ജില്ലകൾ, പല ഓഫീസുകൾ. അപ്പോൾ ടൂറായിരിക്കും, ഒഫീഷ്യൽ ടൂറായിരിക്കും മിക്കുള്ളപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ ജോലി സമയത്ത് ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ അതിന് ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് എണീക്കുക. അപ്പോൾ അന്ന് PK ലേണിങ്സിൻ്റെ ടെലിഗ്രാം ചാനലുകളുണ്ട്. ടെലിഗ്രാം ചാനലുകളും ഗ്രൂപ്പുകളും വിവിധ കോഴ്സുകൾക്ക് സംബന്ധമായിട്ടുള്ള LDCയുടെ ബാച്ച്, അങ്ങനെ ഡിഗ്രിക്ക് മെയിൻ ചാനൽ, അങ്ങനെ ഗ്രൂപ്പുകളും ചാനലുകളൊക്കെ സജീവമായിട്ടുള്ള ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം തന്നെ പഠിച്ചിരുന്നത് PK ലേണിങ്സിൻ്റെ മെയിൻ ടെലിഗ്രാം ചാനലിലാണ്. അപ്പോൾ അന്ന് 5 മണിക്ക് ഞാനും ഇവരോടൊപ്പം പഠിക്കുമായിരുന്നു. കാരണം അവരും കാരണം സെയിം പ്രിലിംസാണ്. അന്നത്തെ സെക്രട്ടേറിയറ്റ് ബാച്ചുകാർ എഴുതിയ അതേ പ്രിലിംസ് തന്നെയാണ് ഈ നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ പ്രിലിംസും. അപ്പോൾ അവരോടൊപ്പം തന്നെ ഞാൻ ഈ 5 മണിക്ക് അവരെ പഠിപ്പിച്ചുകൊണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അല്ലേ, ഞാൻ അന്നും ഇന്നും എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ മാത്രമേ നമുക്ക് അത്രയും വലിയൊരു ക്ലാരിറ്റിയിൽ അത് മനസ്സിലാകത്തുള്ളൂ. അത് മാത്രമല്ല, ഒരു കാര്യം പഠിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സന്ദർഭം എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി, വളരെ കോംപ്രിഹെൻസീവായിട്ട്, അത്രയും ക്ലാരിറ്റിയോടുകൂടി കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്താണോ, ആ സ്റ്റേജിൽ മാത്രമാണ് നമുക്ക് നമ്മളത് പഠിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അതല്ലാത്തത് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ, പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന തന്ത്രം അല്ലെങ്കിൽ ടെക്നിക്ക് ഇതായിരുന്നു, ചുമ്മാ പഠിപ്പിക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ അന്നത്തെ ഡിഗ്രി ലെവൽ ബാച്ചുകാർക്ക് ഒട്ടനവധി സബ്ജക്റ്റുകൾ, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, സിവിക്സ്, അതുപോലെ അന്ന് സെക്രട്ടേറിയറ്റുകാർക്ക് ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, 1027 ആക്റ്റുകൾ, അതുപോലെ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കേരള ഗവർണൻസ്, ഇത്തരത്തിൽ വിവിധ സബ്ജക്റ്റുകൾ. ഇപ്പോൾ MEM മാത്രം നമുക്ക് അന്ന് പഠിപ്പിക്കാനുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ മറ്റേ സാങ്കേതിക സംവിധാനമൊന്നും അവൈലബിൾ അല്ല, മറ്റേ റൈറ്റിംഗ് സാധനമൊക്കെ പിന്നീടാണ് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ MEM മാത്രമേ ഞാൻ കൈ തൊടാതുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഞാൻ ഈ 5 മണിക്ക് കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നതിന് കൂടെ ആണ് ഇവരോടൊപ്പം പരീക്ഷ എഴുതിയത്. അപ്പോൾ അങ്ങനെ പ്രിലിംസ് വളരെ ഈസി ആയിട്ട് കടന്നുവിടാൻ പറ്റി. അതുപോലെ മെയിൻസ് ഇവരോടൊപ്പം തന്നെ പഠിക്കുകയാണ്. അന്ന് എന്നോടൊപ്പം പഠിച്ചവർ തന്നെ ഇതേ റാങ്ക് ലിസ്റ്റിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലുണ്ട്. അപ്പം അങ്ങനെ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം തന്നെയാണ് ജീവിതകാലം ഉടനീളം മത്സര പരീക്ഷ പ്രിപ്പറേഷനിൽ ഞാൻ പയറ്റിയിരുന്നത്. അത് എൻ്റെ ഏറ്റവും ആദ്യത്തെ PSC ലിസ്റ്റായിട്ടുള്ള ലിസ്റ്റ് മുതൽ അവസാനത്തെ ലിസ്റ്റായിട്ടുള്ള നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ വരെയും ഈ ഒരാളെ പഠിപ്പിക്കുക, ഒരാളല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ആരൊക്കെയാണ് അവൈലബിൾ അവരെല്ലാം പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷ നേരിടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പഠിപ്പിപ്പിലൂടെയാണ് ഈ ലിസ്റ്റിലേക്ക് കടന്നു കൂടിയത്. അപ്പോൾ വർക്കിംഗ് ആസ്പിറൻസിന് വളരെയധികം ഇൻസ്പിറേഷണൽ ആയ ഒരു ജേർണിയാണ്. തീർച്ചയായിട്ടും രാവിലെ എണീക്കുക എന്നുള്ളത്. അതെ. സോ അവർക്ക് കിട്ടാവുന്ന സമയം എല്ലാം പഠിക്കാൻ ഉപയോഗിക്കുക. വർക്കിംഗ് ടൈമിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും അത് ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഏതെങ്കിലും താഴ്ന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോയി പഠിക്കാൻ സാഹചര്യം, പലർക്കും സാമ്പത്തിക സാഹചര്യം ഉണ്ടാകത്തില്ല. അതുപോലെ ഇപ്പോൾ LW ലീവ് വിത്തൗട്ട് അലവൻസ്, ശമ്പളം ഇല്ലാതെ ജോലി നിന്ന് മാറി നിന്നുകൊണ്ട് പഠിക്കുന്നതെന്നും ഒരു മിക്ക സർക്കാർ സർവീസിന് വേണ്ടി ശ്രമിക്കുന്ന
ഒരുമിതപ്പെട്ട 90% കുടുംബങ്ങളിലോ പോസിബിൾ അല്ല. നമ്മൾ ജോലി ചെയ്തേ മതിയാവുള്ളൂ. അപ്പം നമ്മൾ ജോലി ചെയ്യുക, അതോടൊപ്പം തന്നെ ഇതിനധികം സമയം നമ്മൾ കണ്ടെത്തുക. ഇപ്പോൾ നമുക്ക് ഓഫീസ് ടൈം എന്ന് പറയുന്നത് 10 to സിറ്റിയിലൊക്കെ ആണെങ്കിൽ 10:15 to 5:15. ഇപ്പോൾ യാത്രാ സമയം ഒഴിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറേ സമയം അല്ലാതെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരല്പം നേരത്തെ എണീച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് 6 മണിക്ക് എണീച്ച് ശീലമുള്ള ഒരാൾ 5 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കുക, 2 മണിക്കൂർ അപ്പം കിട്ടും. രാത്രി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു 2 മണിക്കൂർ ഇരിക്കുക. അങ്ങനെ ആ സമയം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ സമയം എനിക്കായാലും സ്റ്റെഫിക്കായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും എല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതിലേ ഉള്ളൂ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലി വാങ്ങിക്കാൻ പറ്റൂല എന്നുള്ളൊരു സംഭവമേ ഇല്ല. പറ്റും. കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ആദ്യം സർക്കാർ സർവീസിൽ കയറുന്നത് തന്നെ LD ക്ലർക്കായിട്ടാണ്. ആ LD ക്ലർക്ക് ഇരുന്നു കൊണ്ട് തന്നെയാണ് മറ്റ് തസ്തികളെല്ലാം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും അതിനുശേഷമുള്ള ഞാൻ BDO ലിസ്റ്റിലുണ്ടായിരുന്നു. അതൊരു നിർഭാഗ്യവശാൽ ആ റാങ്ക് ലിസ്റ്റ് നിന്ന് പുറത്തായി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് റാങ്ക് വരുമായിരുന്നു. അപ്പോൾ അപ്പോഴും സർവീസ് ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടറും സർവീസ് ഇരുന്ന് തന്നെ പഠിച്ചപ്പോൾ ലേറ്റസ്റ്റ് KSൻ്റെ ഗസറ്റഡ് തസ്തികയിൽ KS എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് പാസ്സായി മെയിൻസ് കിട്ടാൻ പോവുകയാണ് ചെയ്തത്. ലാസ്റ്റ് ആ എക്സാമും ഞാൻ സർവീസ് ചെയ്തെല്ലാം സർവീസ് ഇരുന്നത് നമുക്ക് ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ചിന്താഗതി ശരിയായ ചിന്താഗതി അല്ല. സോ വർക്കിംഗ് എക്സ്പീരിയൻസിന് നോട്ട് എടുക്കാവുന്നതാണ്. സാറ് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇത് എഴുതിയെടുത്തത്. സോ ഒരിക്കലും നിങ്ങൾക്കിതൊരു ബാലികേറാമല ആയിരിക്കില്ല. സോ നമുക്കിനി ഈ തസ്തികയുടെ സ്പെസിഫിക്സിലേക്ക് വരാം. അതെ, അതായിരിക്കുമല്ലോ ഒരു കൂടുതൽ പ്രേക്ഷകരും ഈ ഒരു തസ്തിക നമ്മൾ പഠിക്കണോ, അല്ലെങ്കിൽ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ, കേൾക്കുമ്പോൾ വലിയ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ നമുക്ക് ആ പേര്, പക്ഷെ അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കിടക്കാം. അതെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം സാർ. ഈ ജോലിയുടെ സ്വഭാവം എന്താണ്? ജോലിയുടെ സ്വഭാവം ആദ്യം അതിന് സ്വഭാവത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ തസ്തികയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, നിങ്ങൾ പല പരസ്യങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകളിലൊക്കെ നിങ്ങൾ കാണുന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത്. കേരള നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ തസ്തിക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒന്നാമത്തെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതലൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ സത്യസന്ധമായി പറയുകയാണ്. നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ അറ്റസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക്, അല്ലേ, ഇപ്പോൾ സ്റ്റെഫിയും പോയിട്ടുണ്ടായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ഗസറ്റ് ഓഫീസർമാരുടെയൊക്കെ മുന്നിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ പ്രായത്തിൽ ആഗ്രഹിക്കും. കാരണം എന്തെങ്കിലും നമുക്ക് ഇത് ഒരെണ്ണം ഈ എന്താണ് ഗ്രീൻ ഇങ്ക് വെച്ച് പച്ച പേന വിട്ട് ഒപ്പിട്ട് നമ്മുടെ തന്നെ സീല് അടിക്കുക. അപ്പോൾ പേര്, ഡെസിഗ്നേഷൻ വെച്ച് സീല്, ഓഫീസ് സീല്, ഇതൊക്കെ അടിച്ച് നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കൊടുക്കാമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഒരിക്കലും നമുക്കിത് കൊടുക്കാൻ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരത്തിൽ ഒരു ഗസറ്റ് പോസ്റ്റാണത്. മാത്രമല്ല ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് മറ്റ് ഗസറ്റഡ് പോസ്റ്റിനേക്കാൾ ഉയർന്ന സ്കെയിൽ ഓഫ് പേ ആണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണം. ഇപ്പോൾ നമ്മൾ LSGD സെക്രട്ടറി എന്ന് പറയുന്നതും ഒരു ഗസറ്റ് പോസ്റ്റാണ്. LSGD സെക്രട്ടറി ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന LSGD സെക്രട്ടറി ഗസറ്റാണ്. അത് 51,600 മറ്റുകൊണ്ടാണ്. എൻ്റെ എക്സാക്ട് ഫിഗർ ഞാൻ മറന്നുപോയി. 51,600 കൊണ്ടാണ് അതിൻ്റെ എൻട്രി ബേസിക് പേ. പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ എൻട്രി ബേസിക് പേ എന്ന് പറഞ്ഞാൽ 55,200 ആണ്. ഏകദേശം 4,000 സംതിങ്. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഫിഗർ ബേസിക് പേയിൽ തന്നെ മാറ്റമുണ്ട്. പിന്നെ അതിൻ്റെ ബേസിക് പേയ്ക്ക് ആനുപാതികമായിട്ടാണ് DA, HRA, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഡിഫറൻസ് മറ്റ് ഗസറ്റിൽ നിന്ന് ഈ ഒരു പോസ്റ്റിനുണ്ട്. കാരണം ഈ ബേസിക് പേയിൽ തന്നെ ഇത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ മറ്റ് ഗസറ്റേക്കാളിലും മുകളിലാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് അറിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തസ്തികയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എല്ലാം, ഇതിന് ഡയറക്ടറേറ്റ് ഉണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അസിസ്റ്റൻറ്റ് ഡയറക്ടർ മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള ഈ ഹൈറാർക്കിയിൽ വരുന്ന എല്ലാ തസ്തികകളുടെയും എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രാൻസ്ഫർ, പോസ്റ്റിങ്, മറ്റെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് നേരിട്ടാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സർക്കാർ നേരിട്ടാണ്. ഇപ്പോൾ LSGD സെക്രട്ടറിക്ക് അങ്ങനെയല്ല, അവരുടെ പ്രിൻസിപ്പൽ ഡയറക്ടറാണ് ചെയ്യുന്നത്. മനസ്സിലാകുമല്ലോ. ഇത് സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള ഉദ്യോഗസ്ഥരുടെ മുഴുവൻ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നൽകിയിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സർക്കാർ നേരിട്ടാണ്. സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിന് കീഴിലാണ്
ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം അസിസ്റ്റൻറ്റ് ഡയറക്ടർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജീവനക്കാര്യവും കൈകാര്യം ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു നേട്ടമാണ്. നമ്മുടെ കാര്യങ്ങൾ സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്ത് കാര്യത്തിനും നമ്മൾ സർക്കാരിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഈ തസ്തികയിലിരിക്കുന്നവർ. അപ്പോൾ അത് വലിയൊരു നേട്ടമാണ്. മറ്റ് വകുപ്പുകളിലെ ഗസറ്റ് ഓഫീസേഴ്സിനെ കണക്കല്ല, സർക്കാരിൽ നേരിട്ടുള്ള ഡീലിങ്സാണ്. അപ്പോൾ അതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കഴിഞ്ഞാൽ തൊട്ടടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്, DD ആവും, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വലിയ നേട്ടങ്ങളാണ് ഈ തസ്തികയ്ക്കുള്ളത്. ഈ തസ്തികയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റെഫി ചോദിക്കുന്ന പോലെ പറയാം. സോ സാലറിയിൽ നിന്ന് ഞാൻ എടുത്ത് ചോദിക്കാം. ആ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവായ ഫീച്ചർ എന്ന് പറയുന്നത് 55,200 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. അതിലൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ റിവിഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട്. പേ റിവിഷൻ കമ്മീഷൻ വരുന്നുണ്ട്. മോസ്റ്റ് പ്രോബബിളി ഒരു വിത്തിൻ 1 ഇയർ പേ റിവൈസ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 മാക്സിമം. അത്രയും പോകാൻ സാധ്യതയില്ല. ഏത് സർക്കാർ വന്നാലും കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പേ റിവൈസ് ചെയ്യപ്പെടും. അതൊരു സമയം മാത്രമേ നമുക്കൊരു സംശയമുള്ളൂ. ആ പേയും കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്കെയിലോട്ട് പോവാം. 55 നേരെ ചാടി 80-ലും 70-ലും ഒക്കെ, അല്ല 75, 80-നും 80-നും മുകളിൽ ബേസിക് പേയിലേക്ക് പോകും. അതിൻ്റെ DA, അതിൻ്റെ HRA ആണ്. ദാറ്റ് മീൻസ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്ക് 1 lakhന് മുകളിലാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. അതായിരുന്നു ഇപ്പോൾ കയറുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു ജോയിനിക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വെച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഓൾറെഡി സെക്രട്ടറി സർവീസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ബേസിക് പേ ഓൾറെഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ബേസിക് പേ ആയിരുന്നു. ഞാൻ സെക്രട്ടറിയിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ എൻ്റെ ബേസിക് പേ ഓൾറെഡി അതേ സ്കെയിൽ ഓഫ് പേയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫിക്സേഷനെ കിട്ടി അതിൻ്റെ മുകളിലുണ്ടാകും. അപ്പോൾ പുതിയതായിട്ട് കയറുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകാരുടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മറ്റ് രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പറയാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി പ്രീ സർവീസ് ഉള്ള ആൾക്കാരാണ്. പുതുതായി വേറെ സർവീസ് ഒന്നും അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ എൻട്രി ബേസിക് പേ 55,200 എൻട്രി ബേസിക് പേ. ഈ 55,200 കൂടെ ഇപ്പോൾ 35% ഈ മാസം മുതലുള്ള DA എന്ന് പറയുന്നത് 35% പ്ലസ് 10% HRA. അപ്പോൾ 55,200 45% വരുന്നത്. അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മേസൽ അത്ര കിട്ടലല്ലാത്തതുകൊണ്ട് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലേ പറയാൻ പറ്റുന്നാലും കാണുന്ന പ്രഷർക്ക് അറിയാൻ പറ്റുള്ളൂ. 55,200 പ്ലസ് ആ 55,200 35% DAയും 10% HRAയും. HRAയിൽ ചെറിയ ഫ്ലക്ച്വേഷൻ വരും. അത് ഓഫീസ് എവിടെയാണെന്ന് വെച്ചുള്ള സിറ്റിയിലാണെങ്കിൽ 10% കിട്ടുള്ളൂ. മിക്കുള്ളതും ഒരു കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ഓഫീസുകളിൽ 10% കിട്ടും. നാഷണൽ സർവീസിൻ്റെ ജില്ലാ ഓഫീസ് മൊത്തം മുനിസിപ്പാലിറ്റി ഏരിയ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലേക്കാണ്. അപ്പോൾ ഒരു 10% അല്ലെങ്കിൽ 8%. എന്നാലും നമുക്ക് കോമൺ ആയിട്ട് 10% കൂട്ടാം. അപ്പോൾ അതൊന്ന് കൂട്ടിയാൽ മതി. 45% അത്രയും വരും ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. പിന്നെ വേക്കൻസികൾ സംബന്ധിച്ച് ഇതിനകത്ത് കുറച്ച് ആശങ്കകളുണ്ട്. അതെ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഞങ്ങളുടെ തന്നെ ചാനലിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് പ്രസക്തമായ ചോദ്യമാണ് ഈ വേക്കൻസിയുടെ കാര്യം എന്ന് പറയുന്നത്. നമുക്കല്ല ഭീമമായ ഒരു വേക്കൻസി ഇതിൽ വരില്ല. അത് നമ്മളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം തസ്തികളുടെ എണ്ണം വളരെ പരിമിതമാണ്, മനസ്സിലായല്ലോ. ഇപ്പോൾ 19ഓളം AD പോസ്റ്റേ ഉള്ളൂ കേരളത്തിൽ. ഈ വകുപ്പിന് 19 അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരേ ഉള്ളൂ, മനസ്സിലായല്ലോ. 19 അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരും 13ഓളം ഡെപ്യൂട്ടി ഡയറക്ടർമാരും, അതിൻ്റെ മുകളിലോട്ട് വരുന്ന പ്രൊമോഷൻ പോസ്റ്റുകൾ, ഒരു അഡീഷണൽ ഡയറക്ടർ ഇങ്ങനെ ഇത്ര പോസ്റ്റേ ഈ വകുപ്പിനുള്ളൂ. അപ്പോൾ ആ ഇത്ര പരിമിതമായിട്ടുള്ള കേഡർ പോസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന വേക്കൻസിയെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നാൽ വരുള്ളൂ. അതിപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന് നിയമന നില നോക്കിയാൽ തന്നെ ഉദ്യോഗാർത്ഥികൾ ബോധ്യപ്പെടും. PSC സൈറ്റിലുണ്ടല്ലോ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ, അല്ല അഡ്വൈസ്, സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിലല്ല അഡ്വൈസ്, ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത് അറിയാൻ പറ്റും. അതിൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ലിസ്റ്റിലായാലും, അതായത് 3 നോട്ടിഫിക്കേഷൻ്റെയും 3 റാങ്ക് ലിസ്റ്റിലും ആദ്യത്തെ ഒരു 5 റാങ്കിനകത്ത് വരികയാണെങ്കിൽ നമുക്കൊരു നിയമനം പ്രതീക്ഷിക്കാം, മനസ്സിലായല്ലോ. ഓപ്പൺ കാറ്റഗറി റിസർവേഷനോട് അനുസരിച്ച് ടേണും അനുസരിച്ചൊക്കെ മാറുമല്ലോ. പല റിസർവേഷൻ്റെ ടേൺ വന്ന് നിൽക്കുന്നതൊക്കെ അനുസരിച്ച് മാറും. ഒരു 5 റാങ്കിനകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയാലും മറ്റ് 2 കാറ്റഗറിയിലായാലും നിയമനം പ്രതീക്ഷിക്കാം. അത്രേ വരുള്ളൂ. അത് തന്നെ വന്നാൽ ഭാഗ്യമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാലും ഒരു 5 വരെ ഉള്ള സാധ്യതയുള്ളൂ.
അപ്പോൾ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് വേക്കൻസിയും കുറവാണ്, കോമ്പറ്റീഷനും കൂടുതലാണ്. പക്ഷെ മാസീവ് റിക്രൂട്ട്മെന്റ് വരുന്ന കമ്പനി ബോർഡ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന് വേണ്ടി പഠിക്കാനുള്ള മോട്ടിവേഷൻ അതാണ്. അതെന്തായിരിക്കണം? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എൻ്റെ കാര്യത്തിൽ പേഴ്സണൽ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയുടെ അതേ സ്കെയിൽ ഓഫ് പേയിൽ മറ്റൊരു തസ്തികയിൽ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ എനിക്കില്ല. ചോദിച്ച ചോദ്യം വളരെ നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇതേ സമയത്ത് നടക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ നടക്കുകയാണ്. അതൊരു മാസീവ് റിക്രൂട്ട്മെന്റ്. യൂണിവേഴ്സിറ്റിക്ക് മാസീവ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, നിലവിലെ സാഹചര്യത്തിൽ അത് മാസീവ് അല്ല. പക്ഷെ കമ്പനി ബോർഡൊക്കെ ഒരു പരിധി വരെ മാസീവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ KSFE-യിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാലും നമുക്ക് ഈ തസ്തികയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു മാസീവ് എന്ന് തന്നെ നമുക്കതിനെ പറയാൻ പ്രശ്നമില്ല. ഞാൻ പറയുന്നത് നമ്മൾ തസ്തികയുടെ വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കരുത്. എൻ്റെ ഒരു മോട്ടോ അതാണ്. ഞാൻ നാളിതുവരെ ഏത് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തിട്ടുണ്ടോ, ഏത് പരീക്ഷയ്ക്കൊക്കെ എഴുതിയിട്ടുണ്ടോ, പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ, ഞാൻ അതിൻ്റെ വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ നല്ലൊരു ധാരണ ഉണ്ടാക്കി അതിൻ്റെ കേഡർ സ്ട്രെങ്ത് എത്ര ആയിരിക്കും, അല്ലെങ്കിൽ എത്ര വേക്കൻസിക്ക് സാധ്യത ഉണ്ട്, മനസ്സിലായല്ലോ, എത്രയൊക്കെ വരാം, അങ്ങനെ അതിൻ്റെ ഒരു ജനറൽ ഇത് മനസ്സിലാക്കി വെക്കുന്നതല്ലാതെ ഇത് ഇത്രയേ വരുള്ളൂ, ഞാൻ പഠിക്കണോ, ഇത് ഇത്രയേ വരാൻ സാധ്യതയുള്ളൂ. ഒരിക്കലും വേക്കൻസിയുടെ എണ്ണം എൻ്റെ പ്രിപ്പറേഷനെ ബാധിക്കത്തില്ല. അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ്, മനസ്സിലായല്ലോ. പ്രിപ്പറേഷൻ ഒരിക്കലും വേക്കൻസിക്ക് അനുസൃതമായിട്ടല്ല പ്രിപ്പറേഷൻ. ഞാൻ നാളിതുവരെ ഒരു പരീക്ഷയ്ക്കും ലേറ്റസ്റ്റ് KS-ന് പോലും ഞാൻ എൻ്റെ വേക്കൻസിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പോൾ അത് തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ വേക്കൻസി ഏത് തസ്തിക ആയിക്കോട്ടെ, നിങ്ങൾ വേക്കൻസിയെക്കുറിച്ച് ബോധർ ചെയ്യരുത്. വേക്കൻസി എന്താണ് തസ്തിക, അതിൽ എത്രത്തോളം വേക്കൻസിക്ക് സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതൊരു സാമാന്യ ബോധമാണ്, മനസ്സിലായല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എത്ര പോയി എന്നുള്ളതൊക്കെ നമ്മളൊരു ജനറൽ അവയർനെസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ല അതിന് വേക്കൻസിക്ക് അനുസൃതമായിട്ട് ഞാൻ പഠിക്കുള്ളൂ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുള്ള ആ ഒരു രീതി തെറ്റായ രീതിയാണ്, മനസ്സിലായി. അത് പാടില്ല. കാരണം നമുക്ക് കയറാൻ എത്ര വേക്കൻസി മതി? ഒരു വേക്കൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കാം. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ട് ഞാനിത് പ്രിപ്പയർ ഇത്ര വേക്കൻസിയുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഇത്ര സാധ്യതയുള്ളൂ, ഞാൻ പഠിക്കാതിരുന്നതെങ്കിലോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ സ്റ്റെഫിക്ക്? അത് ഞാൻ തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അന്ന് ഇത്ര വേക്കൻസി ഉള്ളൂ, ഇത്ര പേര് എഴുതാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വേക്കൻസിക്ക് സാധ്യത ഉള്ളൂ, ഇത്ര പോസ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് ഇത് പാടാണ്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല, അതും സ്പെഷ്യൽ ടോപ്പിക് കൊണ്ട് കിട്ടാൻ സാധ്യത ഇല്ല എന്നും പറഞ്ഞ് ഞാൻ ഇരുന്നിരുന്നെങ്കിലോ? മനസ്സിലായോ? ഇരുന്നത് എൻ്റെ പ്രിപ്പറേഷനെ ബാധിച്ചേനെ. അതനുസരിച്ച് ഞാൻ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടില്ലായിരുന്നു. പക്ഷേ ഞാൻ വേക്കൻസിയെ കുറിച്ച് ബോധർ ചെയ്യാതെ പഠിച്ചതുകൊണ്ട്, പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിലേക്ക് വന്ന് നിയമനം കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിൽ വയ്ക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ യു മസ്റ്റ് എയിം ഫോർ ദി ഫസ്റ്റ് റാങ്ക്. നമുക്ക് കയറാൻ ഒരു വേക്കൻസി മതി, 1ാം റാങ്കിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പലരും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, സാർ പല തസ്തികകളിലെ 1ാം റാങ്കിന് പോലും കിട്ടുന്നില്ലല്ലോ. അതിപ്പോൾ നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. നാളെ രാവിലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലും നമുക്ക് ഉറപ്പില്ലാത്ത അത്രയും അനിശ്ചിതത്വത്തിലാണ് നമ്മളെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ 1ാം റാങ്ക് പലതിലും ഇപ്പോൾ നിലവിലുള്ള LP സ്കൂൾ ടീച്ചേഴ്സ് 8 ജില്ലകളിൽ 1ാം റാങ്കുകാർ ജോലി കയറിയിട്ടില്ല. അപ്പോൾ 1ാം റാങ്ക് വാങ്ങിച്ചിട്ടും കാര്യമുണ്ടോ എന്ന് പലരും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനോട് എനിക്കുള്ള ഉത്തരവേ ഉള്ളൂ, നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നൊരു ഉറപ്പില്ല. പിന്നെ നമ്മളെന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് വിധിയുണ്ടെങ്കിൽ കിട്ടും, മനസ്സിലായല്ലോ. ചിലപ്പോൾ 1ാം റാങ്ക് കുറച്ച് കിട്ടാൻ ഡിലേ വന്നേക്കും, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ഡിലേ വന്നേക്കും, അതൊക്കെ സംഭവിക്കാം. അതൊന്നും നമുക്ക് തടയാൻ കഴിയുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ? നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക, നല്ല റാങ്ക് വാങ്ങിക്കുക, ബാക്കിയൊക്കെ വിധിയാവും. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. സോ നോട്ടിഫിക്കേഷനിൽ കണ്ട മറ്റൊരു കാര്യമാണ് സാർ, ഇത് എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ്. താങ്കൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ? പഠിക്കണമെന്നുണ്ട്. നല്ലൊരു പോസ്റ്റ് അല്ലേ? 1ാം റാങ്കിന് വേണ്ടി പഠിക്കാം. തീർച്ചയായിട്ടും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ഓക്കെ. സോ അതിനകത്ത് ക്യാൻവാസിങ്, അതിനകത്ത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ അത് വിഷയമല്ല. ക്യാൻവാസിങ് ആൻഡ്
പബ്ലിക് പ്രൊമോഷൻസ്. അല്ല, അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചാൽ അത് മാൻഡേറ്ററി അല്ല. അത് ഈ ജോലിയുടെ സ്വഭാവമായിട്ട് എന്തെങ്കിലും സ്വഭാവമായിട്ട് അത് പ്രസക്തമാണ് ആ ചോദ്യം. അത് ജോലിയുടെ സ്വഭാവം കൂടെ ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വകുപ്പ് എന്ന് പറയുന്നത് കേരള നാഷണൽ സേവിങ്സ് സർവീസാണ്. ഇപ്പം നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദേശീയ സമ്പാദ്യ പദ്ധതികൾ മനസ്സിലായത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്നുണ്ടല്ലോ, എന്തായാലും പറയുന്നത് നമ്മൾ പേരും മറന്നുപോയി, ഈ അതിൻ്റെ പേരുണ്ട്. അതായത് നമ്മുടെ ഏജൻറ്റ്സ് കളക്ട് ചെയ്യുന്ന അതുണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, ആ സംഭവം തന്നെ. എൻ്റെ ഒരു പേരുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊരു പേരുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇരുന്നുള്ള ആ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ അതുമാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിട്ടുനിന്ന് ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി. അതിനൊരു പേരുണ്ട്. അത് അപ്പോൾ ഈ ഏജൻസ് ഉണ്ട് ഇതിന്, മനസ്സിലായല്ലോ. നാഷണൽ സേവിങ്സുമായി ബന്ധപ്പെട്ട കളക്ഷൻസ് നടത്തുന്ന ഏജൻസ്, അത് രജിസ്റ്റേർഡ് ഏജൻസ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ രജിസ്റ്റേർഡ് ഏജൻസ് ഉണ്ട്. ഏകദേശം ഒരു 10,000 to 12,000. പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. 2012-ലോ 2013-ലോ ഈ പുതിയ ഏജൻറ്റ്ഷിപ്പ് കൊടുക്കുന്നത് നിർത്തിവെച്ചു. അപ്പോൾ അതുകൊണ്ട് പഴയ ആൾക്കാരേ ഉള്ളൂ, ഒരു 10,000 12,000, ആ ഫിഗറും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയും വരുന്ന ഈ 12,000 വരുന്ന ഏജൻസിൻ്റെ കാര്യമാണ് ഈ വകുപ്പ് നോക്കുന്നത്, മനസ്സിലായല്ലോ. നാഷണൽ സേവിങ്സുമായി ബന്ധപ്പെട്ട് ഇവരുടെ കളക്ഷൻ, ഇവർ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ കാര്യം, ഇവരുടെ വെൽഫെയർ, ഈ ഏജൻസിൻ്റെ വെൽഫെയർ, പിന്നെ പുതിയ പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ക്യാമ്പയിനിങ് കാര്യങ്ങൾ, മനസ്സിലായല്ലോ. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ വകുപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ ഈ സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അക്കൗണ്ട് എന്തുണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ക്യാമ്പയിനിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാത് ജില്ലകളിലെ AD-മാർ അത്തരത്തിലുള്ള ക്യാമ്പയിനിങ് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. ജില്ലാ കളക്ടറുമായിട്ട് മീറ്റിംഗ് വരും, BDO-മാരുമായിട്ടൊക്കെ മീറ്റിംഗ് വരും. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്യാമ്പയിൻ പ്രോസസ്സിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ഉള്ള ഒരു കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഈ ഡിസൈറബിൾ ക്വാളിറ്റി. അത് നിർബന്ധമില്ല. കാരണം നമ്മൾ സർക്കാർ സർവീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പല പല സന്ദർഭങ്ങളിലൂടെ നമുക്ക് ഈ എബിലിറ്റീസ് എല്ലാം ഉണ്ടായി വന്നോളൂ, അതൊന്നും വിഷയമല്ല. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് സർ, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട്. അതെനിക്ക് സ്റ്റെഫി ചോദിക്കുമെന്ന് എനിക്കറിയില്ല. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഞാൻ PND ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നതുകൊണ്ട് തന്നെ, കാരണം കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇൻസ്പെക്ഷൻ നടത്തുന്ന വകുപ്പാണ് സെക്രട്ടേറിയറ്റിൽ PND എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളെ കുറിച്ചൊരു ധാരണയുണ്ട്, മിക്ക തസ്തികളെ കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തസ്തികളുടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും. കാരണം എല്ലാ തസ്തികളെ കുറിച്ചൊരു നമ്മൾ തന്നെ ഓൾറെഡി സർക്കാരിലിരുന്ന് പഠിച്ചതുകൊണ്ട് ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഒരു സ്കെയിലിൽ, ഒരു ഗസറ്റഡ് പോസ്റ്റിൽ ഇത്രയും വലിയൊരു സ്കെയിലിൽ കിട്ടാവുന്ന ഏറ്റവും സുഖകരമായൊരു ജോലിയാണ്, മനസ്സിലായല്ലോ. മറ്റ് ഗസറ്റഡ് തസ്തികൾക്കുള്ള യാതൊരുവിധ ടെൻഷനും ഇതിനില്ല, അത്ര വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, അത്രയും വലിയ നമുക്ക് അത്രയും വലിയ ഒരു പബ്ലിക്കായിട്ട് മിങ്കിൾ ചെയ്യേണ്ട. നമ്മൾ ഏജൻസുമായിട്ടാണ് നമ്മൾ കൂടുതലും ട്രാൻസാക്ഷൻ, നമ്മുടെ മറ്റ് ബിസിനസ് എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സ് എല്ലാം തന്നെ ഈ ഏജൻസുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഒരു മാസ് പബ്ലിക്കുമായിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സുഖം ജോലിയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. കിട്ടിക്കഴിഞ്ഞാൽ സുഖം ജോലിയാണ്, പക്ഷെ കിട്ടാൻ പാടുമാണ്, പ്രത്യേകിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകാർക്ക്, ഓപ്പൺ ഇതിൽ മത്സരിക്കുന്നവർക്ക്. നമ്മളെ സംബന്ധിച്ച് മത്സരം ഓൾറെഡി സെക്രട്ടേറിയറ്റിലുള്ളവരുമായിട്ട് മത്സരിച്ചാൽ മതി, മനസ്സിലായല്ലോ. പക്ഷേ മത്സരം കടുത്ത മത്സരമാണെങ്കിൽ പോലും കിട്ടിയാൽ സുഖകരം, അതായത് ഈ ഒരു ശമ്പള സ്കെയിലിൽ ഏറ്റവും സുഖമുള്ള ജോലിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ച്. അതെ, പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗസറ്റഡ് എൻട്രി അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. എൻട്രി തന്നെ ഗസറ്റാണ്, അത് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർ DD കഴിഞ്ഞാൽ അഡീഷണൽ ഡയറക്ടർ AD. ഇതിന് ജോയിൻറ്റ് ഡയറക്ടർ ഇല്ല, ഈ വകുപ്പിന് ജോയിൻറ്റ് ഡയറക്ടർ ഇല്ല. അഡീഷണൽ ഡയറക്ടർ കഴിഞ്ഞാൽ ഈ ഡയറക്ടർ എന്ന് പറയുന്നത് ഇവരുടെ സ്പെഷ്യൽ റൂൾ പ്രകാരം IAS അങ്ങനെയുള്ള ആരെയൊന്നും അല്ല വെക്കേണ്ടത്, സർക്കാരിന് നിയമിക്കാമെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു സെലക്ഷൻ പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ അഡീഷണൽ ഡയറക്ടർക്ക് പ്രൊമോഷൻ കൊടുത്ത് ഡയറക്ടർ ആക്കാൻ പ്രശ്നമൊന്നുമില്ല, IAS ആരെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ നിലവിൽ എനിക്ക് തോന്നുന്നത് അഡീഷണൽ ഡയറക്ടർ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. ഡയറക്ടറായിട്ടിരിക്കുന്നത് ഫിനാൻസിലെ ജോയിൻറ്റ് സെക്രട്ടറി തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ പോയിട്ട് ഇപ്പോൾ 1 വർഷമായുള്ളൂ. അങ്ങനല്ല, അഡീഷണൽ ഡയറക്ടർക്ക് തന്നെ പ്രൊമോഷൻ കൊടുത്ത് ഡയറക്ടർ ആക്കുമെങ്കിൽ ഡയറക്ടർ വരാകാം. അത് ഓരോരോ സർക്കാരിന് തീരുമാനിക്കാം, സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് ആരെ ഇരുത്തണം ഡയറക്ടർ എന്നുള്ളത്. പക്ഷേ അഡീഷണൽ ഡയറക്ടർക്കും ആവാം.
അങ്ങനെ അഡീഷണൽ ഡയറക്ടർ ആവുകയാണെങ്കിൽ വകുപ്പിൻ്റെ ഡയറക്ടർ ആവാം. ഒരു വകുപ്പിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ്, മനസ്സിലായില്ലേ? നമ്മൾ അല്ലാതൊരു വകുപ്പിൻ്റെ HOD ആവണമെങ്കിൽ നമുക്ക് IAS വേണം. ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് അതിന് മറ്റൊരു നേട്ടം. അതായത് ഒരു പക്ഷേ അഡീഷണൽ ഡയറക്ടർ കഴിഞ്ഞ് ഡയറക്ടർ ആവുകയാണെങ്കിൽ ഈ സർക്കാർ തലത്തിൽ വകുപ്പ് അധ്യക്ഷന്മാരുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക IASകാരോടൊപ്പം നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു ഉദ്യോഗസ്ഥനാകാൻ പറ്റുന്നൊരു എൻട്രി കേറ്ററാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. കാരണം വകുപ്പിൻ്റെ ഹെഡാണ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും സ്കോപ്പ് ഇതിലുണ്ട്. പക്ഷേ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ DD കഴിഞ്ഞാൽ പിന്നെ ഒരു അഡീഷണൽ ഡയറക്ടർ ഒരാളേ ഉള്ളൂ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ പ്രായം കൂടിയവരൊക്കെ ആണെങ്കിൽ DD വരെയൊക്കെ സാധ്യതയുള്ളൂ. പ്രായം കുറഞ്ഞവർക്ക് അഡീഷണൽക്കായി പോവാം. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് പ്രായമൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് DD അത് അവിടെ വെച്ച് നിൽക്കും, ഡെപ്യൂട്ടി ഡയറക്ടർ. പക്ഷേ അതും ചെറിയ പോസ്റ്റല്ല. ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റു വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർമാർ നോക്കിയേ. ഇപ്പോൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ആവുന്നത്? പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഇപ്പോൾ റവന്യൂലാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറാണ്, മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും ഇക്വലൻ്റ് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ എപ്പോഴാകാൻ പറ്റും നമുക്ക്? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയ നേട്ടമുണ്ട്. പെട്ടെന്ന് DD ആവാം, മനസ്സിലായല്ലോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിലെ ആദ്യ റാങ്കുകാരൊക്കെ 3 വർഷമാകുമ്പോൾ തന്നെ DD ആവും. അപ്പോൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റുകാരുണ്ടല്ലോ, അതിലെ ഫസ്റ്റ് അഡ്വൈസുകാരനൊക്കെ 3 കൊല്ലമാകുമ്പോൾ DD ആവുക. അത് പ്രായം കുറഞ്ഞ പയ്യനാണ്, 26-27 വയസ്സേ ഉള്ളൂ, മനസ്സിലായല്ലോ? അപ്പോൾ ഉറപ്പായിട്ടും ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രായം കുറഞ്ഞവർക്കൊക്കെ നല്ല സാധ്യതയാണ്. പ്രായം കൂടിയവർക്കും പ്രശ്നമില്ല, DD വരെ ഉറപ്പായിട്ടും ആവാം. അപ്പോൾ സാലറി കൊണ്ടും ജോലിയുടെ സ്വഭാവം കൊണ്ടും പ്രൊമോഷൻ സാധ്യതകൾ കൊണ്ടും ഒക്കെ ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വേക്കൻസിയുടെ എണ്ണം വളരെ പരിമിതമാണ്. ഇപ്പോൾ എല്ലാവരും പറയും അത് അവർ ഇതിൻ്റെ ഒന്നും ഒരു മറ്റു സൈഡ് പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക്. ഇതിൻ്റെ ഏറ്റവും നല്ല സൈഡ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഈ നല്ല സൈഡ് പറയുന്നതിനോടൊപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇതിൻ്റെ ഒരു ബ്ലാക്ക് സൈഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേക്കൻസി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 5 റാങ്കിനകത്ത് വന്നില്ലെങ്കിൽ ഒരു ഓപ്പൺ കാറ്റഗറിക്കാരന് ഒരു കാര്യമില്ല, മനസ്സിലായല്ലോ? അതൊന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നും പറഞ്ഞാൽ നമ്മൾ പഠിക്കാതിരിക്കരുത്. കാരണം ചിലപ്പോൾ നമുക്ക് 1 റാങ്കാണെങ്കിലോ. അപ്പോൾ ഈ അതൊന്ന് ഒന്നാമത്തെ ബ്ലാക്ക് സൈഡ് അതാണ്. രണ്ടാമത്തെ ബ്ലാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള എണ്ണവും കുറവാണ്. അപ്പോൾ പ്രൊമോഷൻ നമ്മുടെ പ്രായവും ഒക്കെ അനുസൃതമായിട്ടായിരിക്കും. നമ്മൾ സാറ് പറഞ്ഞല്ലോ, അപ്പോൾ ചെന്ന ഉടനെ നമ്മൾ DD ആവും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മുടെ മുകളിലിരിക്കുന്ന പ്രായം കുറഞ്ഞ ആൾ, കാരണം മുകളിലോട്ടുള്ള എണ്ണം കുറവാണ്. 13 DD ഉള്ളൂ, ഒരു അഡീഷണൽ ഡയറക്ടറേ ഉള്ളൂ, ഒരു ഡയറക്ടറേ ഉള്ളൂ. അപ്പോൾ മുകളിലോട്ടുള്ള പൊങ്ങിപ്പോകുന്നതിൻ്റെ വേഗതയും നമ്മളുടെ പ്രായവും നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ പ്രായമൊക്കെ അനുസരിച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും, മനസ്സിലായല്ലോ? റോക്കറ്റ് വേഗത്തിലൊന്നും DD ആവത്തില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റുകാരൻ്റെ ഭാഗ്യം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേക്കൻസിയുടെ റിസ്ക്കും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കാൻ ഇറങ്ങി. അതെ. ഇനിയുള്ള അവൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതെ. സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, ചില ലീഗൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്, പിന്നെ പബ്ലിക് റിലേഷൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ സാർ ഒരു റിവൈസ്ഡ് സിലബസ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കഴിഞ്ഞ മോസ്റ്റ് പ്രോബബ്ലി അതിനാവാനാണ് സാധ്യത. അതല്ല ഇനി പ്രത്യേകം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരേണ്ട സമയമായി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ കേരള PSC ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി എപ്പോഴാണ് പുതിയത് കൊണ്ടിടണേ എന്നുള്ളത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മതി, അത് ഒരു റീസണബിൾ സിലബസ് ആണ്. 20 മാർക്കിനാണ് അതിൽ ഒറ്റ പേപ്പർ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്, 25 വീതമുള്ള 4 ടോപ്പിക്സ്. അപ്പൊ ഇത് ഇതുവരെ കാണാത്ത, പഠിച്ചിട്ടില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത്? ഒന്നുമില്ല. കാരണം എനിക്കൊന്നും അറിയണമല്ലോ. ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവർ പലർക്കും അറിയാം. ഞാൻ BTech 2 വർഷം പോയി നിർത്തിയ ആളാണ്. പകുതി എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. എഞ്ചിനീയർ ആണെന്ന് ചോദിച്ചാൽ പകുതി എഞ്ചിനീയറാണ്. പകുതി പോയല്ലോ, 4ൽ പകുതി പോയ എഞ്ചിനീയറാണ്. അത് നിർത്തിയിട്ട് ഞാൻ പിന്നെ അണ്ണാമല അന്നേരം ഞാൻ സർവീസ് കയറി. ഞാനിത് BTech നിർത്തുന്ന അടുത്ത വർഷം തന്നെ LD ക്ലർക്കായിട്ട് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് കയറിയായിരുന്നു. LD ക്ലർക്കായിട്ട് ഇരുന്നു കൊണ്ട് ഞാൻ ഡിഗ്രി അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ചെയ്തതാണ്. അത് എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്, മനസ്സിലായത്? ഹിസ്റ്ററിയിൽ സബ് ഇക്കണോമിക്സും പൊളിറ്റിക്സൊക്കെ ആയിരുന്നു, മനസ്സിലായത്? ഒക്കെ ആയിരുന്നു. ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒന്നും അന്ന് നമ്മൾ എക്കണോമിക്സിൽ അങ്ങനെ ആ സിലബസിൽ ഞാൻ പഠിച്ചിട്ടില്ല. HR മാനേജ് MBAയുടെ സിലബസാണ്, മനസ്സിലായല്ലോ? അതൊന്നും പഠിച്ചിട്ടില്ല. ഈ 4 ടോപ്പിക്കും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, മനസ്സിലായോ? ഞാൻ ചെയ്ത് ഇത്ര മാത്രം സിലബസ് എടുത്തിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ സോഴ്സുകളുണ്ട്. ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് +2 +1 മറന്നുപോയി, +1 ബിസിനസ് സ്റ്റഡീസാണ്.
അതിനകത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ അതിനകത്ത് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്. അത് തന്നെ ഈ ബിസിനസ് സ്റ്റഡീസിനകത്തുണ്ട്, ചാപ്റ്റർ വൈസ് ഉണ്ട്. ഞാൻ ആ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായി വായിച്ചു പഠിച്ചു. പിന്നെ അതിൽ കിട്ടാത്തത് ഇഗ്നോവിൻ്റെ കുറച്ച് നോട്ട് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഈ പബ്ലിക് റിലേഷൻ, പിന്നെ വേറെ ഒരു മൊഡ്യൂളുണ്ട്, ഞാൻ മറന്നുപോയി, അതൊക്കെ പഠിച്ചത് സ്വന്തമായിട്ട്. ഈ 20 മാർക്കിൻ്റെ 4 മൊഡ്യൂളും സ്വന്തമായി സോഴ്സ് കണ്ടെത്തി കാരണം എനിക്ക് ഇത്രയും വർഷത്തെ മത്സരപരീക്ഷ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചോദ്യമായി പരിണമിക്കും എന്നുള്ളത് കാണുമ്പോൾ അറിയാം. അതായത് ഇപ്പോൾ ഈ ഒരു സിലബസ് കണ്ടാൽ, ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത് ചോദ്യമായി പരിണമിക്കും, ഇത് വേണോ വേണ്ടതെന്ന് കണ്ടാൽ അറിയാം. അത് ഇത്രയും വർഷത്തെ മത്സരപരീക്ഷ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു നേട്ടമുള്ളത് കൊണ്ട് ഇത് വേണോ ഇത് വേണ്ടതെന്ന് അറിയാം. അങ്ങനെ വേണ്ട സാധനം എടുത്ത് അതിൽ നിന്ന് തന്നെ എന്ത് ചോദ്യമായി പരിണമിക്കും എന്നുള്ളതും ഒറ്റ വായന മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്കത് അറിയാം, ഇതൊക്കെ ചോദ്യമായി വരും. അങ്ങനെ സെലക്ട് ചെയ്ത് വായിച്ച് പഠിച്ച് അതിൻ്റെ കുറച്ച് MCQ ഒക്കെ നെറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തിട്ട് ആണ് ഈ പരീക്ഷ എഴുതിയത്. എനിക്ക് ആ 20 മാർക്കിൽ 16 17 ഉണ്ട്, മനസ്സിലായല്ലോ. 16 17 കൊണ്ടാണ് അതിൽ ആ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കും പറ്റും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ ഈ നിലവിലത്തെ സിലബസ് ആണെങ്കിൽ, ഈ സിലബസ് മാറുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല, മാറുമോന്നും അറിയില്ല. ഓൾറെഡി മാറേണ്ട സമയമായ പക്ഷേ ഇതുവരെയും മാറ്റിയിട്ടില്ല. അപ്പോൾ ആർക്കും പറ്റും, ഇതിലൊന്നും ആ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട, എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. എനിക്കതേ പറയാറുള്ളൂ. എനിക്ക് ആ 20 മാർക്ക് പഠിച്ച് 16 17 മാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാർക്കും പറ്റും. പക്ഷേ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിലെന്ത് വേണമെന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ ഉപയോഗമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരാളെടുത്തിട്ട് ഇത് വേണോ വേണ്ടേ എന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും. അതൊരു ഫാക്ടറാണ് അതിൽ, മനസ്സിലായല്ലോ. കാരണം അയാളെക്കുറിച്ച് ചിലപ്പോൾ അയാൾക്ക് സംബന്ധിച്ച് ഈ നോട്ട് കണ്ടിട്ട് ഇത് ചോദിക്കും, അത് അവർക്ക് അറിയത്തില്ല, അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് തന്നെ അതൊരു ഉപയോഗമായിരുന്നു. കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒരു 16 17 മാർക്ക് വാങ്ങിക്കാനും പറ്റി. ഞാൻ ഫൈനലി പറയുന്നത് എല്ലാവർക്കും പറ്റും. ആ 20 മാർക്ക് വലിയ കാര്യമൊന്നുമില്ല. സാർ, അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു. സാലറി, വേക്കൻസി, ജോലിയുടെ സ്വഭാവം, സ്പെഷ്യൽ ടോപ്പിക്ക്, സാർ എങ്ങനെ ഇതിന് പഠിച്ചു, സോഴ്സസ് എന്തൊക്കെയായിരുന്നു, ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇതിന് പഠിക്കാൻ ഇറങ്ങുന്ന, വേക്കൻസിയുടെ റിസ്ക്കും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനു വേണ്ടി പഠിക്കാൻ ഇറങ്ങുന്ന ആസ്പിറൻസിനോട് സാറിന് എന്താ പറയാനുള്ളത്, ഒരു മെസ്സേജ് എന്ന രീതിയിൽ? ഒറ്റ മെസ്സേജ് എനിക്കിതിലുള്ളൂ. അതായത് ഈ തസ്തികയുടെ പ്രത്യേകതകൾ നിങ്ങൾ കേട്ടല്ലോ, ആ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഊർജ്ജം കിട്ടും. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സാലറിയാണ്, മനസ്സിലായല്ലോ. ഈ ഒരു സാലറിയിലേക്ക് നിങ്ങൾ മറ്റ് തസ്തികളിൽ നിന്ന് ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ വയസ്സാവുമ്പോഴേ എത്തുള്ളൂ, മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാലറിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സീനിയർ സൂപ്രണ്ട് വരെ എത്തണം, മനസ്സിലായല്ലോ. അതായത് നിങ്ങളൊരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴേ ഈ സ്കെയിലിൽ അല്ലെങ്കിൽ ഈ ഒരു സാലറിയിലേക്ക് എത്തുള്ളൂ. പിന്നെ KSFക്കൊക്കെ ഏകദേശം സാലറി ഇപ്പോൾ അവിടെ റിവിഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണക്കിലെടുക്കുന്നത്, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാലറിയിലേക്ക് ഒരു ബിരുദധാരി അധ്യാപക തസ്തികയ്ക്കൊക്കെ മറ്റൊരു സ്കെയിലാണ്. കാരണം അവർക്ക് സെറ്റും നെറ്റും അങ്ങനെയുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷനൊക്കെ വേണം, BEdും സെറ്റും ഒക്കെ വേണം. ഞാൻ പറയുന്നത് ഒറ്റ ബിരുദം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ, ഒരു ഡിഗ്രി ഹോൾഡർ മാത്രമാണ് നമ്മൾ. അങ്ങനെയുള്ള ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഈ സാലറി സ്കെയിലിലേക്ക് എത്താനായിട്ട് നിങ്ങളൊരു ലോ പെയ്ഡ് പോസ്റ്റിൽ നിന്ന് കയറി വരാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഡയറക്റ്റായിട്ട് പ്രവേശിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. എല്ലാ മത്സരപരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉള്ളിലൊരു ആഗ്രഹം കാണും, എന്തെങ്കിലും ഒരിക്കൽ നമുക്കൊരു ഗസറ്റ് ഓഫീസർ ആവണം, അല്ലേ? അതെ, സ്റ്റെഫിക്ക് സഹിതമുണ്ട്, മനസ്സിലായല്ലോ. ആകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ആവാൻ പറ്റുന്നതാണ്. അതൊന്ന്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മറ്റ് ഗസറ്റഡ് തസ്തികകളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയോ ടെൻഷനോ ഒന്നുമില്ല. വളരെ കാം, ക്വയറ്റ്, കൂൾ, ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. ഏറ്റവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ എനിക്ക് 15-16 വർഷത്തെ സർവീസുണ്ട്. വിവിധ വകുപ്പുകളിൽ, വിവിധ തസ്തികകളിൽ, ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് വിവിധ തസ്തികകളിൽ ക്ലർക്ക്, അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, ഓഡിറ്റർ, അസിസ്റ്റൻറ്റ് ഓഫീസർ, ഇങ്ങനെ വിവിധ പോസ്റ്റുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്നോട്
ഒരാളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നതിൽ ഏറ്റവും സുഖം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സംശയമില്ലാതെ പറയും അത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സാണ്. മനസ്സിലായുള്ളൂ. അത്രയും ഈസി ഗോയിങ് ആയിട്ട് അതിന് ഒരു ജോലിയും ഇല്ല എന്നുള്ളതല്ല, പോയി അവിടെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്യുന്ന ജോലിക്ക് ഭയങ്കര റിസ്ക് ഒന്നുമില്ല, റെസ്പോൺസിബിലിറ്റി അത്ര വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, ടെൻഷനൊന്നുമില്ല, പബ്ലിക്കായിട്ട് അത്ര ഒരു മിംഗ്ലിങ് നമുക്ക് വരുന്നില്ല. അപ്പോൾ ഒരു സുഖകരമായിട്ടുള്ളൊരു ജോലി നല്ല സ്കെയിലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഈ തസ്തികയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേക്കൻസിയുടെ എണ്ണമൊന്നും നോക്കണ്ട. നിങ്ങളൊരു ബിരുദധാരിയാണോ, നിങ്ങളത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ആ റിസൾട്ടിൽ സ്വാധീനിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. കാരണം മറ്റതിൻ്റെ ബാക്കി 80 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനറൽ ടോപ്പിക്കാണ്. അത് എല്ലാവരും എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തന്ത്രം തന്നെയാണ് ഞാനും ബൈറ്റ് ചെയ്തത്. മനസ്സിലായല്ലോ. കാരണം എൻ്റെ കൂടെ മത്സരിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഓൾറെഡി പരീക്ഷകൾ എഴുതി, അനവധി പരീക്ഷകൾ എഴുതി തഴമ്പിച്ച് വിജയിച്ച് സെക്രട്ടേറിയറ്റ് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റുമാരും അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർമാരുമാണ്. അപ്പോൾ അത് ആളെണ്ണം കുറവാണെങ്കിലും ആ ഉള്ള ആളുകളുടെ ഇടയിൽ തീവ്രമായ മത്സരം നടക്കുന്നതാണ്. കാരണം ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഫ്രഷ് ഒന്നും അറിയാത്ത ആൾക്കാരല്ല. അപ്പോൾ അവരിൽ ഏറ്റവും മുന്നിലെത്താൻ വേണ്ടി ഞാൻ പ്രയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് നൽകി. അതായത് 20 മാർക്കിൽ ഏറ്റവും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ 10, 16, 17 മാർക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് അവരിൽ ഒന്നാമനാവാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ജനറൽ ടോപ്പിക്ക് പഠിക്കേണ്ടതെന്നല്ല, ഈ ഒരു പരീക്ഷയ്ക്ക് ഇതിൻ്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജനറൽ ടോപ്പിക്ക് എല്ലാവരും എല്ലാ പരീക്ഷയും പഠിക്കുന്നതാണ്. അപ്പോൾ അവരുടെ മുന്നിൽ കയറാനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 4 മൊഡ്യൂളാണ് അതിന് ഇപ്പോൾ നിലവിലെ സിലബസ് പ്രകാരമുള്ളത്. അതിൽ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 1ാം റാങ്കോ 2ാം റാങ്കോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വേക്കൻസിയുടെ എണ്ണം നോക്കി നമ്മൾ പിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലൊരു അവസരം, വലിയൊരു സുവർണ്ണ അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുക. ഭാവിയിൽ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നന്നായി പഠിച്ച് അങ്ങനെയുള്ള നന്നായി പരിശ്രമിക്കുന്നവർ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. സോ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിനെ കുറിച്ച് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാകാവുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഇന്റർവ്യൂ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങളെക്കുറിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയി എല്ലാം നമ്മൾ ചോദിച്ച് സാർ വളരെ മനോഹരമായി ഡീറ്റെയിൽഡ് ആയി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. സർ, ഈ ഇന്റർവ്യൂവിൽ നിന്ന് നിങ്ങൾക്കൊരു ടേക്ക് അവേ ഉണ്ടായിരിക്കണമെങ്കിൽ വേക്കൻസികളെ കുറിച്ച് മനസ്സിലാക്കുക, എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുമ്പോൾ ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിക്കുക. ഇപ്പോൾ വർക്കിംഗ് ആസ്പിരൻസ് ആണെങ്കിൽ പോലും അതൊരു ബാലികേറമല അല്ല എന്നുള്ളതാണ് സാറിൻ്റെ ജേണി കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത്. സോ എല്ലാവരും ഇതിനു വേണ്ടി പഠിക്കാൻ ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.